സാർ ഈ നാടകത്തിനോടുള്ള താല്പര്യത്തെ പറ്റി പറഞ്ഞില്ല. അങ്ങനെ ഒരു താല്പര്യം തുടങ്ങാൻ എന്തായിരുന്നു സാർ കാരണം? 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഒരു മലയാളം അധ്യാപകൻ ഗോപാലപിള്ള സാർ, അദ്ദേഹം ശ്രീബുദ്ധൻ്റെ ഈ പ്രസ്ഥാനത്തെപ്പറ്റി എഴുതിയ ഒരു ചെറിയ ഏകാംഗം ഉണ്ടായിരുന്നു. അത് അന്ന് ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ജന്മദിനത്തിന് തിരുനാൾ ആഘോഷം എന്ന് പറഞ്ഞ എല്ലാ സ്കൂളുകളിലും ആഘോഷിക്കും, തിരുവിതാംകൂർ മുഴുവൻ ആഘോഷിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരുനാൾ ആഘോഷത്തിന് ഈ നാടകം അവതരിപ്പിക്കാനായിട്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യ, അതിലെ പ്രധാന റോൾ അഭിനയിക്കാനായിട്ട്, ശ്രീബുദ്ധൻ്റെ റോൾ അഭിനയിക്കാനായിട്ട് സാർ എന്നെ നിർദ്ദേശിച്ചു. ഞാനത് അങ്ങനെ ഏറ്റെടുത്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വേദിയിൽ വന്ന ഒരു നടനാവുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതിനുശേഷം കാണാൻ വന്നവരൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. കാരണം ഡയലോഗൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല ചുണയായിട്ടൊക്കെ പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു നടനാണ് എന്ന് തോന്നി. അങ്ങനെയാണ് നാടകത്തിലുള്ള കമ്പം തുടങ്ങുന്നത്. പിന്നെ മിഡിൽ സ്കൂളിൽ ചെന്നപ്പം അവിടുത്തെ അധ്യാപകനും ഞങ്ങളുടെ ഒരു ഡ്രിൽ മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം നാടകകൃത്തുമൊക്കെ ആയിരുന്നു, നാടകം എഴുതും. അപ്പോൾ എനിക്കൊരു ആ പ്രായത്തിൽ എനിക്ക് പെൺവേഷമാണ് തന്നിരുന്നത്, അതായത് നായികയുടെ വേഷം. അത് സ്ഥിരമായിട്ട് അദ്ദേഹം എഴുതുന്ന നാടകങ്ങൾ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് അദ്ദേഹം നാടകാവതരണം ഉണ്ടാകും സ്കൂളിൽ. അപ്പോൾ അതിനെല്ലാം നാടകം സ്ഥിരമായിട്ട് ഞാൻ നായിക വേഷം അഭിനയിക്കും. പിന്നെ എൻ്റെ അമ്മയുടെ അനുജൻ അമ്മാവന്, അദ്ദേഹവും ചിത്രകാരനും നാടകകൃത്തും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലും അന്ന് വലിയ പ്രയാസം, അമച്ചർ നാടകങ്ങളാണ്, പ്രൊഫഷണലല്ല. അപ്പോൾ അതിലെ നായികയുടെ വേഷം അഭിനയിക്കാനായിട്ട് വീണ്ടും എനിക്ക് റോള് വരും. അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു നായിക വേഷമായിരുന്നു തുടക്കത്തിൽ. പിന്നെ ഞാൻ തന്നെ എഴുതിയ നാടകങ്ങളിൽ പിന്നെ വേറൊരാളും പെൺവേഷം എനിക്ക് പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിക്കുന്നതല്ലേ, അതിലൊക്കെ നായക വേഷം കിട്ടും അഭിനയിച്ചു. എൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, രവീന്ദ്രനെന്നും നാരായണനെന്നും പറഞ്ഞ എൻ്റെ കസിൻസാണ് 2 പേരും. ഞങ്ങൾ 3 പേരുടെ ചേർന്നൊരു കമ്പനി ഉണ്ടാക്കി. ഞങ്ങൾ സ്വയം ഉണ്ടാക്കിയ കമ്പനി RNG കമ്പനി, രവീന്ദ്രൻ, നാരായണൻ, ഗോപാലകൃഷ്ണൻ. ഇങ്ങനെ RNG കമ്പനി ഒരു കമ്പനി ഉണ്ടാക്കി. ഞങ്ങളുടെ പ്രധാന ജോലി അവധി ദിവസങ്ങളിൽ ഈ പറങ്കാവിൻ തോട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറങ്കാവിൻ തോട്ടത്തിൽ ഈ പറങ്കാവിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഓരോരുത്തരും ഓരോ മരത്തിൽ കയറിയിരുന്നിട്ട് അവരുടെ കൃതികൾ രചിച്ചിട്ട് റെഡിയായി കഴിഞ്ഞാൽ താഴെ ഇറങ്ങി വന്ന് പരസ്പരം വായിച്ച് കേൾപ്പിക്കുക, വിമർശിക്കുക, ആസ്വദിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ കഥയുണ്ട്, കവിതയുണ്ട്, പിന്നെ നിരീക്ഷണങ്ങളുണ്ട്, ഇങ്ങനെ കാർട്ടൂൺ വരെയുണ്ട്. അധികവും ഈ അനുകരണങ്ങളാണ്, വളരെ ഒറിജിനലായ കൃതികളാണെന്ന് പറയാൻ വയ്യ. പക്ഷേ അതിലെ ചിലതൊക്കെ നാടകങ്ങളായിരുന്നു. ഞങ്ങളത് അവതരിപ്പിക്കും. ഏറ്റവും രസമായിട്ടുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഏത് പ്രധാന വിശേഷ ദിവസം ഉണ്ടായാലും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളെല്ലാം കൂടെ എൻ്റെ വീട്ടിൽ കൂടും. കാരണം എൻ്റെ വീട്ടിൽ ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ അധിക സമയം ഞങ്ങളുടെ വീട്ടിൽ അമ്മയായിട്ട് പിണങ്ങിയൊന്നും അവിടെ കാണുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. കാരണം അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നാടകങ്ങളൊക്കെ അരങ്ങേറുന്നത് ഞങ്ങളുടെ തിണ്ണയ്ക്കാണ്. അവിടെ നിന്ന് ആ മുറ്റത്തും പരിസരത്തുമൊക്കെ ആളുകളിരുന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് ഈ പിള്ളേരുടെ നാടകം കണ്ട് രസിക്കുന്നുണ്ടായിരുന്നു. അതൊരു പരോക്ഷമായിട്ടുള്ള പ്രോത്സാഹനമായിരുന്നു. ഒരു ക്രിയേഷൻ അതോടൊപ്പം വല്ലാണ്ട് വളർന്നു വരുന്നുണ്ടായിരുന്നു. അത് കാരണം ഓഡിയൻസ് നമ്മൾ അംഗീകരിക്കുമ്പോൾ പറഞ്ഞ് വലിയൊരു കാര്യമാണ്. പിള്ളേരെ കളിയായിട്ടല്ല, വലിയ സീരിയസ് ആയിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നു, അവർ സീരിയസ് ആയിട്ട് കാണുന്നു. ഇതൊരു വലിയ പ്രോത്സാഹനമായിരുന്നു. പിന്നെ എൻ്റെ കുട്ടിക്കാലം മുതലേ കഥകളി കാണുന്നുണ്ട്. എൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് തന്നെ കഥകളി കണ്ടു തുടങ്ങിയതാണ്. കഥകളിലെ വലിയ ആചാര്യന്മാരെയൊക്കെ ആ പ്രായത്തിൽ തന്നെ കാണാൻ പറ്റി. പിന്നെ ഈ താല്പര്യം സിനിമയോട് ആയത് എങ്ങനെയായിരുന്നു സാർ? സിനിമയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമ ഞാൻ കണ്ടെടുത്തത് പൂനെയിൽ പോയതിന് ശേഷമാണ്. അവിടെ പോയി ലോക ക്ലാസിക്കുകൾ കാണുകയും അവിടുത്തെ ഒരു 3 വർഷത്തെ കാലമെന്ന് പറയുന്നത് സിനിമ നിരന്തരമായിട്ട് കാണുക, സിനിമയെപ്പറ്റി ആലോചിക്കുക, പുതിയ അറിവുകൾ ഇങ്ങോട്ടെടുക്കുക. അപ്പോൾ പുതിയൊരു മാധ്യമം കണ്ടെടുക്കുന്ന എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. വലിയൊരു രസമായിരുന്നു ആ പീരീഡ്. ആ സമയം ഞാൻ വളരെ പൂർണ്ണമായിട്ടും അതിനുവേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത്. അത് സിനിമ എടുക്കാൻ പഠിച്ചു വന്ന ഒരാൾ ബാക്കിയുള്ള സമയം വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള നിലയിലായിരുന്നില്ല. അപ്പോൾ കുറേശ്ശായിട്ട് ഞാൻ നാടകത്തോടുള്ള ബന്ധം കുറേശ്ശായിട്ട് ഞാൻ വിടേണ്ടി വന്നു. ഏറ്റവും അവസാനം നാടകം ചെയ്തത് 1974 വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന നാടകം കടമനിട്ട രാമകൃഷ്ണന് അത് പരിവർത്തനം ചെയ്ത്. അടൂർ സാർ നമ്മളോട് പറഞ്ഞു പറങ്കിമാവിൻ കൊമ്പത്തിരുന്ന് കഥകളും ലേഖനങ്ങളും നാടകങ്ങളും രചിച്ചിരുന്ന ആ RNG കമ്പനിയെപ്പറ്റി. RNGയിലെ ഗോപാലകൃഷ്ണൻ സാർ മാത്രമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അതിലെ മറ്റ് 2 കൂട്ടുകാരായ ശ്രീ
രവീന്ദ്രൻ ഉണ്ണിത്താനും ശ്രീ നാരായണൻ ഉണ്ണിത്താനും ഇന്ന് നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാൻ എത്തിയിട്ടുണ്ട്. ഞാൻ സ്നേഹപൂർവ്വം അവരെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇല്ലാത്തത്. ഇടയ്ക്ക് ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. ഒരു 10-60 വർഷവും ഇല്ലേ, അല്ല 50-55 വർഷം. ഇദ്ദേഹം രവീന്ദ്രൻ ഉണ്ണിത്താൻ, അദ്ദേഹം നാരായണൻ ഉണ്ണിത്താൻ, രണ്ടുപേരും എൻ്റെ അമ്മാവൻ്റെ മക്കളാണ്, കൂട്ടുകാരുമാണ്. അതെ, കൂട്ടുകാരെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. എല്ലാ കൃത്യങ്ങളിലും കൂട്ടുപ്രതികളാണ്. അതെ, സാധാരണ അങ്ങനത്തെ ഒരു പ്രായത്തിൽ ഒരു കുട്ടികളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ വേറെ ആയിരിക്കുമല്ലേ, പല കാര്യങ്ങളും. ഇതുപോലെ ഒരു സ്ഥലത്ത് പോയിരുന്ന് ഇങ്ങനെയുള്ള രചനകളും അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രിയേഷന് വേണ്ടി ചിന്തിക്കുക അതൊക്കെ വളരെ റെയറാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ലേ? ഇത് വളരെ കൂടുതലായിരുന്നു. അത് മുതിർന്നവരെ കണ്ട് ശരിക്കും പറഞ്ഞാൽ അനുകരിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാവന്മാർ അവർക്ക് ഈ കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ചിത്രരചന, പിന്നെ നാടകം, കഥകളി, ഇങ്ങനെയുള്ള താല്പര്യങ്ങളുള്ള ഒരു മുതിർന്ന തലമുറ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അന്നത്തെ എൻ്റെ ബാല്യകാലം എടുത്തു നോക്കിയാലേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സഹപാഠി, ഈ തരത്തിലെല്ലാം അടൂർ ബാലകൃഷ്ണനെ എനിക്ക് മറക്കാൻ പറ്റുകയില്ല. എൻ്റെ ജീവിതത്തിലെ മറക്കാത്ത മായാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടൂർ ബാലകൃഷ്ണൻ. സത്യം പറഞ്ഞാൽ അടൂർ ബാലകൃഷ്ണൻ്റെ വീട് ഞങ്ങളൊക്കെ അടുത്തടുത്തുള്ള വീടുകളാണ്. ഈ ശിവരാത്രി വന്നാൽ എനിക്കിപ്പോഴും ഓർമ്മയുള്ള സംഭവമാണ്. ശിവരാത്രി എന്ന് പറഞ്ഞാൽ അന്ന് ഉറങ്ങിക്കൂടാല്ലോ. അതെ, ഞങ്ങൾ അടുത്ത ബന്ധുക്കളും കുറേ നാട്ടുകാരും ഒക്കെ ആയിട്ട്, അടുത്ത നാട്ടുകാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടൂർ ബാലകൃഷ്ണൻ്റെ വീട്ടിൽ കൂടി കഴിഞ്ഞാൽ അടൂർ ബാലകൃഷ്ണൻ്റെ അമ്മ പഴയ കുറേ പുരാണ കഥകളൊക്കെ പറയും. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇത് 10-50 കൊല്ലം മുമ്പ് നടന്ന ചരിത്രമാണ് ഞാനീ പറയുന്നത്. ഞങ്ങളൊക്കെ കൊച്ചുകുട്ടികളായിരുന്ന കാലം. അപ്പം ആ സന്ദർഭത്തിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. കേട്ട് കഴിഞ്ഞ് ഒരു പരിധി വരുന്ന പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ സമയത്തിലേക്ക് വരുമ്പം ഈ കുട്ടികളെല്ലാം അവരുടെ പരിപാടികളുമായിട്ട് രംഗത്തെത്തും. ചില്ലറ പരിപാടികൾ അതിനൊക്കെ നേതൃത്വവും പിന്നെ ഒക്കെ വഹിച്ചിട്ടുള്ളത് അടൂർ ബാലകൃഷ്ണനാണ്. ഞങ്ങളുടെ പരിപാടികൾക്കെല്ലാം ആ കാലഘട്ടത്തിലാണ് ഈ ആറഞ്ചി ഗ്രൂപ്പ്. ആറഞ്ചി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ, നാരായണൻ, ഗോപാലകൃഷ്ണൻ, ഇതാണ് ഈ ആറഞ്ചി. അതിനുശേഷം ഞങ്ങൾ ഈ ഒരു ഗ്രാമോദ്ധാരണ വായനശാല, ഞങ്ങളുടെ കൊച്ചു ഗ്രാമം തൂവർ വടക്ക്, ഒരു ഉൾഗ്രാമം, അവിടെ ഒരു ഗ്രാമോദ്ധാരണ വായനശാല, അതിൻ്റെ ബാനറിൽ തന്നെ ഗ്രാമോദ്ധാരണ കലാസമിതി ഇങ്ങനൊന്നുണ്ടാക്കി. അപ്പോൾ അന്ന് ഈ ഞങ്ങളുടെയൊക്കെ ഒരു അമ്മാവൻ മൂട്ടത്ത് ഗോപാലൻ ഉണ്ണിത്താൻ എന്നൊരു അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല കഥകളിപ്രിയനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കഥകളി സമിതി ഉണ്ടാക്കി. ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു നാടക സമിതി ഉണ്ടാക്കി. അന്ന് ഈ നാടക സമിതി എന്ന് പറഞ്ഞാൽ അന്നത്തെ എണ്ണപ്പെട്ട നാടകങ്ങൾ, ഒരാൾ കൂടി കള്ളനായി, ജഗതിയൻ, ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ജഗതിയൻ കറക്ക് കമ്പനി, ജഗതിയൻ കറക്ക് കമ്പനി, കുഞ്ഞാലി വരയ്ക്കാർ, അളിയം വന്നത് നന്നായി, തോപ്പിൽ പാസിയുടെ. പക്ഷേ ഇതെല്ലാം നടന്നത് അന്ന് ഗോപാലകൃഷ്ണൻ്റെ ഒരു നേതൃത്വത്തിലാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നൊന്ന്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമുണ്ട്. ഗോപാലകൃഷ്ണൻ തന്നെ കഥ എഴുതി, നാടകം എഴുതി ആവിഷ്കരിച്ച ഒരു നാടകമുണ്ട്, അണിയറ. അത് ഈ കേരള സ്റ്റുഡൻസ് യൂണിയൻ സംസ്ഥാന നാടക മത്സരത്തിൽ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് അവതരിപ്പിച്ചു. പക്ഷേ ആ അനർഘ നിമിഷം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ വിധി പ്രസ്താവിച്ചപ്പോൾ സംസ്ഥാനത്തെ 1ാമത്തെ അവാർഡ് പ്രൈസ് ഞങ്ങൾക്കാണ്, അണിയറയ്ക്കാണ് കിട്ടിയത്. ഒരു പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യം കിട്ടിയ അംഗീകാരം അതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രാമത്തെ വയസ്സിലാണ് അത് ആലോചിക്കണം. അന്നത്തെ കിട്ടിയതിൽ ഏറ്റവും ഒരു അംഗീകാരം കിട്ടിയത് ഒരു പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനാണ്.
അന്നത്തെ അങ്ങ്. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകളുണ്ടായി. ഉപരിപഠനത്തിനായിട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു. ഞാൻ ഒരു വെറ്റിനറി കോളേജിൽ ഒരു മൃഗഡോക്ടറുടെ പരീക്ഷയ്ക്കായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു മൃഗഡോക്ടറായിട്ട് ഞാൻ തിരിച്ചു വരുന്നു. ഞങ്ങൾ 2 ദിശയിലേക്ക് തിരിഞ്ഞു, 2 ദിശയിലേക്ക് മാറുകയായിരുന്നു ആ കാലഘട്ടം. അതിനുശേഷം ഞാൻ ഈ പിന്നെ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്ന ഈ പോണ്ടിച്ചേരി ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് അവിടെ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. അപ്പം അന്ന് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി, അതിപ്പോഴും ഞാൻ ഓർക്കുക. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു, സാറിൻ്റെ വീട് എവിടെയാണ്? ഞാൻ പറഞ്ഞ അടൂരാണ്. അടൂർ കോലശൻ്റെ സ്ഥലം. സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് അഭിമാനമാണ് തോന്നിയത്, ഉള്ള സത്യം ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അന്ന് പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ച ചോദ്യം, അടൂർ കോലശൻ്റെ സ്ഥലം അല്ലേ? അന്ന് ഈ അറിയപ്പെടുന്ന 1-2 വ്യക്തികൾ, അടൂർ ഗോപാലകൃഷ്ണന് സിനിമാരംഗത്ത്, തമിഴ്നാട്ടിലാണ് ഞാനീ പറയുന്നത്, ഇവിടുത്തെ കാര്യമല്ല, തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന 1-2 പേരാണ്. ഒന്ന് അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ പാസി. ഭാസ്കറിനെ പോലും അടൂർ എന്ന് പറഞ്ഞാൽ അറിയില്ല. അടൂർ പാസി എന്ന് പറഞ്ഞാൽ അടൂർ അല്ല, അത് സത്യം പറഞ്ഞാൽ ഈ നമുക്ക് ഇവിടുത്തെ അല്ല, ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള സ്ഥലപ്പേര് കൊണ്ട് മാത്രം ആളുകളെ മനസ്സിലാക്കുന്ന അന്ന് എനിക്ക് അഭിമാനം തോന്നി. കാരണം അടൂരെന്ന് പറഞ്ഞ ഒരാളിനെ നമ്മൾ ജനസ്ഥലത്തിന് കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനം തോന്നിയാണ്. ഞങ്ങൾ ആദ്യത്തെ ഈ പിന്നെ സ്കൂളിലെ നാടകത്തിൽ ഞങ്ങൾ ശ്രീബുദ്ധൻ്റെ ആദ്യ ഭാഗം ഇദ്ദേഹവും 2ാം ഭാഗം ഞാനും അഭിനയിച്ചത്. കാരണം ശ്രീബുദ്ധന് നല്ല വേഷമൊക്കെ ഇട്ട് രാജാവായിട്ടൊക്കെ ഇരിക്കുന്ന, രാജകുമാരനായിട്ട് കഴിയുന്ന ഭാഗം രവീന്ദ്രന് പോയി. ബോധോദയം ഉണ്ടായതിനു ശേഷം അതിനുശേഷം എല്ലാം ഉപേക്ഷിച്ചിട്ട് വെറും പീറ വേഷത്തിൽ എല്ലാം കളഞ്ഞു പോകുന്ന വേഷം എനിക്കുമാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഒരു കഥാപാത്രത്തിൻ്റെ 2 സെക്ഷൻസ് അഭിനയിച്ചു. ആദ്യത്തെ വേദി അങ്ങനെയാണ്. സാധാരണ ഒരാൾ 2 കഥാപാത്രത്തെ അവതരിപ്പിക്കാറുണ്ട് അല്ലേ? കഥകളിയിലുണ്ടിത്. ശരി. ഈ പിന്നെ രൗദ്രഭീമൻ വേറൊരാളാണ് വരുന്നത്. ഭീമൻ സാധാരണ പച്ചവേഷമായിട്ടല്ല. അപ്പോൾ രൗദ്രഭീമൻ വേറെ വേഷം വേറൊരാൾ തന്നെ വരും എന്ന് പറഞ്ഞ പോലെ എനിക്ക് ദരിദ്രബുദ്ധനായിട്ട്